everyone, welcome to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ മുഖത്തെ കറുത്ത പാടുകൾ പിഗ്മെന്റേഷൻ ഒക്കെ കുറയാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ചെറിയൊരു റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ നമുക്ക് എപ്പോഴും ഈ പാക്കോ അങ്ങനെയൊന്നും നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പൊ എനിക്ക് മടിയും ആവാറുണ്ട്. അപ്പൊ അങ്ങനെ മടി വന്ന സമയത്തൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഇതേപോലെ ഐസ് ക്യൂബ് ഉണ്ടാക്കി വെക്കോട്ടെ. അപ്പൊ ഐസ് ക്യൂബ് ഉണ്ടാക്കി വെച്ചിട്ട് മോർണിംഗിൽ എപ്പോഴും മോർണിംഗിൽ അത് ഫേസിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കോട്ടെ. അപ്പൊ ഒരു പാക്കിന്റെ എഫക്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോ എനിക്ക് മടിയോ അല്ലെങ്കിൽ ചെയ്യാൻ നമുക്ക് സമയം കിട്ടാത്ത സമയത്തൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. എനിക്ക് എന്റെ മുഖത്തെ കുറെ കറുത്ത പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് പോകാനായിട്ട് പിഗ്മെന്റേഷൻ ചെറുതായിട്ടുണ്ടായിരുന്നു, അത് പോകാനും പിന്നെ ടാൻ ഉണ്ടായിരുന്നു, അതൊക്കെ പോകാനായിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഐസ് ക്യൂബ്. അപ്പൊ ഇത് ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും, ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. റബ്ബ് ചെയ്തിട്ട് അത് അവസാനം നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്നും കൂടി ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് റബ്ബ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ്സ് ഫേസിൽ വെച്ചിട്ട് ഒന്നല്ലെങ്കിൽ വാഷ് ഔട്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു ക്ലോത്ത് വെച്ചൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. എവറി മോർണിംഗ് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇരിക്കും മുന്നേ ഒരു പൊട്ടറ്റോന്റെ ഐസ് ക്യൂബിന്റെ ഫേസ് ഇതിട്ടിട്ടുണ്ടായിരുന്നു. അതും ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു റെമഡിയാണ് കേട്ടോ. അപ്പൊ ഞാൻ 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇത് ഒന്ന് തുടച്ചു കൊടുക്കണേ കേട്ടോ. അതല്ലെങ്കിൽ വാഷ് ഔട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ, രണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ. എപ്പോഴല്ല, ഞാനിപ്പോ പാക്ക് ഒന്നും ഇടാൻ അത്രയും ഇങ്ങനെ ടൈം കിട്ടാത്ത ടൈമിൽ ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ. നല്ല എഫക്റ്റീവ് ആണ്, നമുക്കൊരു പാക്ക് ഇട്ടതിന്റെ എഫക്റ്റ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. സ്കിൻ നന്നായിട്ട് തന്നെ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഡാർക്ക് സ്പോട്ട്, പിഗ്മെന്റേഷൻ പിന്നെ ടാൻ ഒക്കെ നന്നായിട്ട് തന്നെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ഐസ് ക്യൂബ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊന്നും കണ്ടിട്ട് വന്നാലോ. അപ്പൊ അതിനായിട്ട് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ടൊമാറ്റോ എടുക്കാം കേട്ടോ. അത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഗ്രൈൻഡറിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് നല്ല പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ ചെറിയ തരികൾ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല കേട്ടോ, അരിക്കൊന്നും വേണ്ട. പിന്നെ ഇത് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് വേറെ വെള്ളം ഒന്നും ആഡ് ചെയ്യണ്ട കേട്ടോ, നന്നായിട്ട് തന്നെ പേസ്റ്റ് ആക്കി കിട്ടിക്കോളൂ കേട്ടോ. ഇനി പേസ്റ്റ് ആക്കി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസ് ക്യൂബ് ട്രേയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. വേറെ ഒന്നും ആഡ് ചെയ്യണ്ട. അപ്പൊ ഐസ് ക്യൂബ് ട്രേയിൽ ഫില്ല് ചെയ്ത് ഞാനിത് ഫ്രീസ് ചെയ്താണ് കേട്ടോ. നന്നായിട്ട് തന്നെ ഫ്രീസ് ചെയ്യാം കേട്ടോ. ഒരു 8 hours എങ്കിലും നന്നായിട്ട് വെച്ച് തന്നെ ഫ്രീസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫേസിൽ മോർണിംഗിൽ എല്ലാ ദിവസവും ഓരോന്ന് എടുത്ത് റബ്ബ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് എവറിഡേ ചെയ്യുന്നത് അത്രയും നല്ലതായിരിക്കും, നല്ല എഫക്റ്റീവ് ആണ്. ഇപ്പൊ നന്നായിട്ട് തന്നെ പിഗ്മെന്റേഷൻ ടാനൊക്കെ ഉള്ളവരാണെങ്കിൽ മോർണിംഗിലും ഈവനിങ്ങിലും ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. നന്നായിട്ട് തന്നെ പിഗ്മെന്റേഷൻ ടാനൊക്കെ നന്നായിട്ട് ഡാർക്ക് സ്പോട്ടും കുറയുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ ഡാർക്ക് സർക്കിൾസും പിന്നെ ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാവാറില്ലേ, അപ്പൊ അതൊക്കെ മാറാനായിട്ടും ഈ ഒരു ടിപ്പ് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഇപ്പോഴത്തെ ഒരു ബിസി ലൈഫിൽ നമുക്ക് എപ്പോഴും പാക്ക് ഒന്നും പോസിബിൾ അല്ലാത്ത കാര്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഐസ് ക്യൂബ് ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അധികം മെനക്കെടാണ്ട് തന്നെ നല്ലൊരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടുന്നതായിരിക്കും കേട്ടോ. സോ അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്യാത്തതാണെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ.